Hello. Welcome to Market Discussion of the Day. Today, March 31st, 2025, Monday ആണ്. പുതിയൊരു വീക്കാണ്, പുതിയൊരു ക്വാർട്ടറാണ് നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, താരിഫ് അനൗൺസ് ചെയ്യാൻ പോകുന്ന വീക്കുകളാണ് ഈ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളുടെ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് തുടങ്ങാനിരുന്നത് അത് രണ്ടാഴ്ചത്തെ ക്ലാസ്സിന് പകരം നമ്മളൊരു ക്രാഷ് കോഴ്സായിട്ട് നാളെ മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. അതിനുശേഷം അതിൻ്റെ അടുത്ത ആഴ്ച, ഓക്കെ, അടുത്ത തിങ്കളാഴ്ച നമുക്ക് ലൈവായിട്ട് നിങ്ങളെ കൊണ്ട് ട്രേഡ് എടുപ്പിക്കുന്ന ഒരു സെഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മളൊരു ബേസിക് ക്ലാസ്, ഒരു 20 days ഉള്ള ഒരു ബേസിക് ക്ലാസ്സുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്രാഷ് കോഴ്സ് മാത്രമാണ് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാം അതിനെല്ലാം ഫ്രീ ആയിട്ടല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ, സീരിയസ് ആയിട്ട് പഠിക്കണം എന്നുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ. വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഇത് ജസ്റ്റ് അറിയാം, ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ എന്ന് വിചാരിച്ച് എനിക്ക് ദയവ് ചെയ്ത് മെസ്സേജ് അയക്കാതിരിക്കുക. സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ നടക്കാൻ പോകുന്ന വീക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നാളെ നമ്മളുടെ താരിഫ് പ്രഖ്യാപനമാണ് അല്ലേ. യൂറോപ്പിൽ നിന്നുള്ള താരിഫ്, യുഎസിനെതിരെയായിട്ടുള്ള താരിഫ് എത്രയാകും. അതിനുശേഷം 2-ാം തീയതി യുഎസിൽ നിന്ന് എത്രയാണ് താരിഫ്, യൂറോപ്പിലോട്ടുള്ള താരിഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ ദിവസം അറിയാൻ പറ്റും. വലിയ ക്യാൻഡിൽസ് ഒക്കെ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഒരിക്കലും തള്ളിക്കളഞ്ഞുകൂടെ. ചിലപ്പം $100-200 ഒറ്റ ക്യാൻഡിലൊക്കെ മുകളിലോട്ടും താഴോട്ടൊക്കെ പോകാനുള്ള പോസിബിലിറ്റിയും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ അത് മാത്രമല്ല, ഈ ആഴ്ചയോടെ നമ്മളുടെ ഒരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് മാറിയിട്ട് ഒരു ട്രെൻഡ് ബേസ്ഡ് മാർക്കറ്റ് വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞൂടാ. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ. നമ്മളെന്തായാലും താരിഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ താരിഫ് ഇപ്പം ചിലപ്പോൾ ചില രാജ്യങ്ങൾക്കെതിരെയും ചില പർട്ടിക്കുലർ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികൾക്കെതിരെയൊക്കെ താരിഫുകൾ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം US ഹൈ ഡിമാൻഡായിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് താരിഫുകൾ വെക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങനത്തുള്ള പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അത് നമ്മൾ ബേസിക്കലി ഈ ഒരു നമ്മുടെ ഈ പറയുന്ന ഫോറക്സ് ട്രേഡിങ്ങിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല. ഇതിനെ ബേസ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഒരു വലിയൊരു ക്രാഷ് ഉണ്ടാവും. അതിനകത്ത് എല്ലാ പ്രോഡക്റ്റും ക്രാഷ് ആവും എന്നുള്ളതല്ല. പക്ഷേ എന്നിരുന്നാലും ചില പ്രോഡക്റ്റുകളിലോട്ട്, അതായത് US ഹൈ ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളുടെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്ക് വളരാനുമുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ഇതാണ് ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ പർട്ടിക്കുലർ താരിഫ് ഒരു കാരണവശാലും ഒരു തീരുമാനം എടുക്കുന്ന ഇത് സംഭവമല്ല April 1-നും April 2-ലും നടക്കുന്നത്. അതിന് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ചർച്ചകളുണ്ടാവും. എന്നിട്ട് അവർ കോമൺ ഗ്രൗണ്ടിലെത്തും. April 13-ാം തീയതി ആയിരിക്കും യഥാർത്ഥത്തിലുള്ള താരിഫ് നമ്മൾ അറിയുന്നത് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരു April 15-ാം തീയതിക്ക് ശേഷമാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നത്. മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് എനിക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഉള്ള മെയിനായിട്ടുള്ള ന്യൂസുകൾ പറയാനായിട്ടുള്ളത്. പക്ഷേ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസും ഈ ആഴ്ചയുണ്ട്. മൺഡേ, ഇന്നത്തെ ദിവസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഓൾറെഡി വെള്ളിയാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചത്തെ ന്യൂസുകളെ പറ്റിയുള്ള കാര്യങ്ങൾ. പക്ഷേ എന്നിരുന്നാലും നാളെ യൂറോ സോണിൽ നിന്ന് CPI ഉണ്ട് 10 മണിക്ക്, ഗോൾഡ് ജോബ് ഓപ്പണിംഗ് ഉണ്ട് ഉച്ചയ്ക്ക് 3 മണിക്കായിട്ട്, ISM മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണോയെന്ന് വെച്ചാൽ നാളെ താരിഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഇത് വലുതായിട്ടൊന്നും അഫക്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. മറ്റന്നാൾ 1/15 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫ്രൈഡേ നമുക്ക് എത്ര മണിക്കാണ് ഫ്രൈഡേ നമുക്ക് നോൺ ഫാം പേറോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ആഴ്ചത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫ്രൈഡേ നമുക്ക്
നോൺ ഫാം പേറോൾ 1.5-ക്കാണ് നോൺ ഫാം പേറോൾ വരുന്നത്. പക്ഷേ അതിലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ന്യൂസിനും കൂടെ ഞാൻ പറയാം. സോ ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് 4:25-നുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ എന്തായാലും. അപ്പം ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ അത് ഞാൻ പറയാം എന്തായാലും. ഓക്കെ, സോ ഈ വട്ടത്തെ നോൺ ഫാം പേറോളിനെ പറ്റി നമ്മൾ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ താരിഫ് പ്രഖ്യാപനത്തിനകത്തൊക്കെ മുങ്ങിപ്പോകാനുള്ള പോസിബിലിറ്റി വരുന്നുണ്ട്. ഈ പറയുന്ന നോൺ ഫാം പേറോളിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അടുത്തൊരു 6 മാസം മുതൽ തൊട്ട് ഒരു 2 വർഷം വരെ ഒരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ്, ഒന്നെങ്കിൽ അപ്പ് അല്ലെങ്കിൽ ഡൗൺ മാർക്കറ്റ് നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് തന്നെ വരുമ്പോൾ JPY ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 148.0 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് കമൻസ് ഒന്നുമില്ല JPYയിലൊന്നും പറയാനായിട്ട്, കാരണം താരിഫാണ് നാളെ. അതുകൊണ്ടിട്ട് തന്നെ എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്. ഒരു വൈഡർ റേഞ്ചിലോട്ട് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി നല്ല രീതിയിൽ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് അനങ്ങിയാൽ മാത്രമേ ഇവിടുത്തെ കറണ്ട് വരുള്ളൂ. ഓക്കെ, എല്ലാ ദിവസവും പറയാറുള്ളതാണ്, ഇവിടെ നമ്മൾ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ റൂമിൻ്റെ മീൻസ് ലൈറ്റ് പോകും. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം JPY ഇപ്പോൾ 149-ൻ്റെ അടുത്ത് നിൽക്കുന്നു. 150-ൻ്റെ അവിടെ സെല്ല് ചെയ്യണോ, 148-ൻ്റെ അവിടെ ബൈ ചെയ്യണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും ബെറ്റർ. സോ ഒരു വൈഡർ റേഞ്ചിൽ 142 to 162 വരെയൊക്കെ മാർക്കറ്റ് എൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒരു 150-ലൊക്കെ വന്ന് സെറ്റിൽ ആവാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ആണ് കാണുന്നത്. കാരണം 150 ഒരു ജംഗ്ഷനാണല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 150 ഒരു ജംഗ്ഷനാണ്. അപ്പോൾ വീണ്ടും വന്ന് 150-ൽ വന്ന് സെറ്റിൽ ആവാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ആണ് ആക്ച്വലി നമ്മൾ JPYയിൽ നമ്മൾ കാണേണ്ടത്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് നോക്കുമ്പോൾ യൂറോ അപ് ട്രെൻഡ് തന്നെയാണ്. സോ യൂറോപ്പിൽ താരിഫ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നമ്മൾ യൂറോ നിൽക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.0834 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. യൂറോപ്പിൽ ഇപ്പോൾ താരിഫ് വരാൻ നേരത്ത് അതിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും യൂറോപ്പിന് യൂറോയുടെ റേറ്റ് താന്നിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, കാരണം യൂറോ വാങ്ങാനായിട്ട് ഇപ്പോൾ യൂറോയുടെ റേറ്റ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ യൂറോപ്പിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് ബാക്കിയുള്ള കൺട്രീസിന് ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടിട്ട് തന്നെ ബാക്കിയുള്ള കൺട്രീസ് വേറെ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യും വാങ്ങാനായിട്ട്. സോ യൂറോയുടെ റേറ്റ് കുറഞ്ഞിരിക്കുന്നതാണ് യൂറോപ്പിന് നല്ലതല്ലേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടിട്ട് തന്നെ യൂറോ മുകളിലോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. 1.0800 നല്ലൊരു സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. കാരണം ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആയതും 1.0800 മുകളിലായിരുന്നു. ഇന്ന് ഓപ്പൺ ആയതും ഇന്നത്തുള്ള എല്ലാ മാർക്കറ്റ് ഓപ്പണിങ്സും 1.0800 മുകളിലായതുകൊണ്ടിട്ട് തന്നെ നമുക്ക് 1.08 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് യൂറോ ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് യൂറോയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. യൂറോ 1.100 മുകളിലായിട്ടൊരു ഫർദർ ബൈ മുകളിലോട്ട് ഒരു 100,000 പിപ്സോളം മുകളിലോട്ട് പോകാനുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ GBP GBPയിലോട്ട് വരുമ്പോൾ, പൗണ്ട്സിലോട്ട് വരുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 1.2964. നമ്മളിത് GBP നമ്മുടെ ഈ ഡിസ്കഷനിൽ തന്നെ 1.2200 അടുത്തൊക്കെ മാർക്കറ്റിൽ നിന്ന സമയത്ത് ഓക്കെ, ഓൾമോസ്റ്റ് 800 പിപ്പ് താഴെ ജനുവരി ഒരു മിഡോടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ നമ്മൾ വാങ്ങി കൂട്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അന്ന് വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഭയങ്കരമായ പ്രോഫിറ്റാണ്. സോ അതേപോലെ തന്നെ ഇപ്പോഴും നമുക്ക് നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലം കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ 1.2800 ഓക്കെ, 1.2900 ഒരു മൈനർ സപ്പോർട്ടാണ്. സോ അവിടെ നിന്നൊക്കെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. നേരെ മറിച്ച് 1.300 മുകളിലായിട്ട് മാർക്കറ്റ് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് വന്നാലും അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം. GBP നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ഒരു 10% ഇൻകം പൈസ നമ്മൾ GBPയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലോങ്ങർ ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ വേറൊന്നും അറിയണ്ട.
ഒരു വർഷം കഴിയുമ്പോൾ നമുക്കൊരു വലിയൊരു പ്രോഫിറ്റായിട്ട് നമുക്കത് കിട്ടും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോവുക. കാരണം എന്താ പറയുക, ഒരുപാട് എന്താ ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം യു എസിൻ്റെ ഉദ്ദേശം ഈ പറയുന്ന നമ്മളുടെ ഈ സാമ്പത്തികമായ ഒരു വാറെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സോ ഈ ഒരു വാറിനകത്ത് അതിനു വേണ്ടിയിട്ടാണ് ഈ താരിഫൊക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു വാറിന് യു എസിന് ചൈനയാണ് തകർക്കേണ്ടത് മെയിനായിട്ട്. ഓക്കെ, സോ ചൈനയെ തകർക്കാനായിട്ട് അവർക്ക് ചൈനയ്ക്കെതിരെ 100% താരിഫ് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, കാരണം ഒരുപാട് ചൈനീസ് പ്രോഡക്ട്സ് യു എസിൽ എത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് US$ റേറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. US$ വാല്യൂ കുറയ്ക്കുക എന്നുള്ളത്. US$ വാല്യൂ കുറയ്ക്കുന്നതിലൂടെ $, വെച്ചിട്ട് US നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഈസിലി വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ അത് ഭയങ്കര വലിയൊരു കളിയാണ് ട്രംപ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഒരാൾ നിന്ന് എന്താ പറയുക, ഇതെല്ലാം ഈ പറയുന്ന വേറെ കാര്യങ്ങളും ഒക്കെ ഒന്നും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാത്തൊരു സ്ഥലമാണ് UK എന്നുള്ളത്. ഓക്കെ, സോ അൺലെസ് വേറെ പ്രശ്നങ്ങളൊന്നും നടന്നില്ല എങ്കിൽ GBP മുകളിലോട്ട് തന്നെയാണ് പോകാനായിട്ടുള്ളൊരു കാര്യം. കാരണം GBP വേറെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അൺലെസ് എന്താണ് റഷ്യ ഉക്രൈൻ വാറിൻ്റെ സംബന്ധിച്ചിടത്തോളം അന്ന് 4 വർഷം മുന്നേ 2022 സമയത്ത് ഫിസിക്കലി ഇവിടുത്തെ UK എന്താ പറയുക മിലിറ്ററി ഫോഴ്സ് ഫിസിക്കലി യുക്രൈനെ സഹായിച്ചതിൻ്റെ ഒരു പേരിലാണ് ആക്ച്വലി എന്താ പറയുക വാർ ഇത്രയും നീണ്ടുപോയെന്ന് പല ആൾക്കാരും പറയുന്നു. ഇപ്പോൾ ട്രംപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട്. സോ അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ GBP മുകളിലോട്ട് തന്നെയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നല്ലൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യുക. 1.2900 നല്ലൊരു സപ്പോർട്ടാണ്, മൈനർ സപ്പോർട്ടാണ്. പക്ഷേ 1.2800 ഒരു മേജർ സപ്പോർട്ടാണ്. അവിടുന്ന് നല്ല ക്വാണ്ടിറ്റി ബൈ ചെയ്യുക. 1.300 മുകളിലായിട്ട് ഇന്ന് അവസാനിക്കുകയും നാളെ മാർക്കറ്റ് ഓപ്പണിങ്സിന് 1.300 മുകളിൽ നിന്നാൽ അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗോൾഡിൻ്റെ റേറ്റ് 3016 ആയിരുന്നു. ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് 3116 ആയിരുന്നു, 3122 സോ ഞാൻ ഇവിടെ ഇരുന്ന സമയത്ത് വെറുതെ ഇരുന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു $8-9 മുകളിലോട്ടും താഴോട്ടുമൊക്കെ പോകുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. ഒന്നും ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ സൈഡിൽ മാത്രം നിൽക്കുക, സെൽ സൈഡിലോട്ട് നിൽക്കാതിരിക്കുക. പക്ഷെ എന്നിരുന്നാലും സെൽ സൈഡിലോട്ട് ഒറ്റയടിക്കല്ലേ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് $200 മുകളിലോട്ട് പോയത്. അപ്പോൾ താഴോട്ട് പോകുമ്പോഴും അതേ വീഴ്ച തന്നെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക, അത് മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത് കറൻ്റ്ലി 3122 ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ആവറേജ് റേഞ്ചിലുള്ള മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു $50 മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി ഇത് ഇന്നത്തെ ലോയാണ് അല്ലേ, 3076 വരെ പോയി. സോ ഓൾമോസ്റ്റ് $50 മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞു ഗോൾഡിൽ. സോ ഇതിൽ കൂടുതലൊരു മൂവ്മെൻറ്റ് നടക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നിരുന്നാലും മാർക്കറ്റിൽ ഒരു സപ്പോർട്ടുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3100 നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 3100 വീണ് കിട്ടിയാൽ നമുക്ക് ബൈ ചെയ്യാം. 3092 താഴെയായിട്ട് $2-3-4 താഴെ സ്റ്റോപ്പ് ലോസ് ഇടുക. 3128 ടേക്ക് പ്രോഫിറ്റ് വെക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ ദിവസത്തെ ഉള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് മാറുക. സോ ഇതാണ് എന്താ പറയുക പറയാനായിട്ടുള്ളത്. $100-200 വരെയുള്ള മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് എനിക്ക് എന്താ പറയുക നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്നും ടെക്നിക്കൽ സൈഡിൽ നിന്നും എനിക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. സോ ഇഫ് മാർക്കറ്റിൽ എന്താ പറയുക ഒരു റിയാക്ഷൻ നാളെ താരിഫ് വരുന്ന സമയത്ത്, മറ്റന്നാൾ താരിഫ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ വലിയൊരു റിയാക്ഷൻ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ പവൽ സംസാരിക്കണം. ഓക്കെ, ഫെഡ് ചെയർ പവൽ സംസാരിച്ചാൽ ഇത് എന്താ പറയുക ഇതിനെതിരെ താരിഫ് വരുന്നതിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ മൗനം പോലും ചിലപ്പോൾ മാർക്കറ്റിനെ വലിയ രീതിയിലൊരു കുലുക്കം ഉണ്ടാക്കാതിരിക്കാനുള്ള പോസിബിലിറ്റിയും നമ്മൾ തള്ളിക്കളഞ്ഞൂടാ.
എന്നുള്ളതാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഫ്രൈഡേ 4/16 ഓക്കെ, അത് ഇന്ത്യൻ ടൈം എനിക്കറിയില്ല, വൈകുന്നേരം UK ടൈമിംഗ് 4:25 നമ്മളുടെ പവലിൻ്റെ സ്പീച്ച് വരുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് ഇന്ന് ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ പറയാനായിട്ടുള്ളത്. ബേസിക്കലി ഭയങ്കര റിസ്കി വീക്കാണ് ഈ വീക്ക്. ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ GBP യൂറോ ഈ രണ്ടിലും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഗ്രാഫിൻ്റെ പകുതി വെച്ച് എടുക്കരുത് ട്രേഡ്. ഓക്കെ, നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. രണ്ടും യൂറോ 1.0800, GBP 1.2900. നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി ലോട്ട്, ഇപ്പോൾ ഗോൾഡിൽ 0.1 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് GBPയിലും യൂറോയിലും അറ്റ്ലീസ്റ്റ് 0.2 ലോട്ടെങ്കിലും എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 0.3 ലോട്ടെങ്കിലും എടുക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാറുള്ളത് ഗോൾഡിൽ എടുക്കുന്നതിൻ്റെ 3 ഇരട്ടി ലോട്ട് ഞാൻ GBPയിലും യൂറോയിലും ചെയ്യാൻ നേരത്ത് ചെയ്യാറുണ്ട്. കാരണം മൂവ്മെൻറ്റ് കുറവാണ്, ഒരു ദിവസത്തെ ആവറേജ് മൂവ്മെൻറ്റ് വളരെ കുറവാണ്. അതിൻ്റെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം 3 ഇരട്ടി കുറവാണ്. അതുകൊണ്ടിട്ട് തന്നെ 3 ഇരട്ടി റിസ്ക് നമുക്ക് അതിനകത്ത് എടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് അതിനകത്ത് ചെയ്യാം. കാര്യം ഗോൾഡ് ഒന്ന് മാറി നിൽക്കുക. പക്ഷേ ഗോൾഡിൽ 3100 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യുക. ഓക്കെ, ഭയങ്കര ക്വാണ്ടിറ്റി ഒന്നുമല്ല, ചെറിയ ക്വാണ്ടിറ്റി, ഒരു 0.1 ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ടൊക്കെ ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെയൊക്കെ ആയിട്ട് അറിയാൻ പറ്റും, മാർക്കറ്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ നിന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.